രാജ്യാഭിവൃദ്ധിക്കും പ്രജാക്ഷേമത്തിനുമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2025 നവംബർ 20 ആരംഭിച്ച മുറജപം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. 8 ദിവസത്തെ വേദമന്ത്ര ജപമാണ് ഒരു മുറ. 8 മുറകളിലായി 56 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുറജപം. ഓരോ മുറയും അവസാനിക്കുമ്പോൾ മുറ ശീവേലി നടക്കും. കഴിഞ്ഞ ദിവസം ആരംഭിച്ച 7ാം മുറയിൽ ജനുവരി 14 ലക്ഷദീപത്തോടുകൂടി മകരശീവേലി. 12 ദിവസം നീളുന്ന പ്രത്യേക കളഭാഭിഷേകം ഡിസംബർ 27 മുതൽ ജനുവരി 7 വരെ നടന്നു. മാർഗഴി കളഭം ഇന്നു മുതൽ 14 വരെ. 13 ലക്ഷദീപത്തിന്റെ ട്രയലുണ്ട്. 14 വൈകിട്ട് 5 ഭക്തരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുക. ശീവേലി ദർശനം തന്നെയാണ് പ്രധാന ചടങ്ങ്. ദീപാരാധനയും ഉണ്ടാകും. ശീവേലിപുരയിലും ഗോപുരത്തിലും വിളക്കുകൾ തെളിയും. ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 തവണയാണ് ഭഗവാന് കളഭാഭിഷേകം നടക്കുക. ആനീകളഭവും മാർഗഴി കളഭവും. ലക്ഷദീപം വരുന്നത് മാർഗഴി കളഭത്തിനാണ്. അതോടൊപ്പം നടത്തുന്ന 7 ദിവസത്തെ കളഭാഭിഷേകം കൂടാതെ 12 ദിവസത്തെ പ്രത്യേക കളഭാഭിഷേകവും നടക്കുന്നു. ഭക്തർക്ക് വഴിപാടായും കളഭാഭിഷേകം നടത്താം. രാവിലെ 8 മണിക്കാണ് കളഭാഭിഷേകം നടക്കുന്നത്. രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ യുദ്ധങ്ങളിൽ വന്ന കഷ്ടനഷ്ടങ്ങൾ ബാധിച്ച ജീവജാലങ്ങളോടുള്ള പ്രായശ്ചിത്തമായിട്ടാണ് അനിഴം തിരുനാളിന്റെ കാലത്ത് മുറജപം ആരംഭിക്കുന്നത്. 7 ദിവസം നീളുന്നതാണ് മുറജപത്തിലെ ഒരു മുറ. ഇങ്ങനെയുള്ള 8 മുറകൾ ചേരുന്നതാണ് മുറജപം. ഓരോ ജപത്തിലും ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിവ പൂർണ്ണമായും ചൊല്ലിത്തീർക്കും. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജ്യക്ഷേമത്തിനായിട്ടാണ് ആദ്യ ഭദ്രദീപത്തിന് തിരുവിതാംകൂറിൽ തുടക്കമിടുന്നത്. തിരുവിതാംകൂർ ദേശം പത്മനാഭന് മുന്നിൽ സമർപ്പിക്കുന്നതിനു മുൻപാണ് തിരുവിതാംകൂറിൽ ഇതിന് തുടക്കമാകുന്നത്. സ്വാതി തിരുനാളിന്റെ കാലം മുതൽക്കേ മുറജപവും ലക്ഷദീപവും ഇവിടെ 1829 മുതൽ വിപുലമായി നടക്കുന്നു. ദീപാരാധനയ്ക്ക് ശേഷം 8:30 ആരംഭിക്കുന്ന മകരശിവേലിക്ക് ശ്രീ പത്മനാഭസ്വാമി, ശ്രീ നരസിംഹസ്വാമി, ശ്രീകൃഷ്ണസ്വാമി എന്നീ ദേവന്മാർക്ക് തിരുവിതാംകൂർ രാജവംശത്തിലെ സ്ഥാനികൻ അകമ്പടി സേവിക്കും. വിഗ്രഹങ്ങൾ പുഷ്പാലങ്കൃതമായ ഗരുഡ വാഹനത്തിലാണ് എഴുന്നള്ളിക്കുക. ലക്ഷദ്വീപത്തോട് അനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ബാർകോഡിംഗ് സംവിധാനമുള്ള പാസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 15,000 പാസുകളാണ് നൽകുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് 1750 ആദ്യ ലക്ഷദീപം നടക്കുന്നത്. ഋക്, യജുർ, സാമവേദങ്ങളായിരുന്നു അന്ന് ജപിച്ചിരുന്നത്. 8 ദിവസം വീതമുള്ള 7 മുറകളിലെ 56 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുറജപ ചടങ്ങുകൾ. രാവിലെ 6:30 മുതൽ 8:30 വരെയും 9 മുതൽ 11 വരെയുമാണ് വേദമന്ത്ര ജപവും സഹസ്രനാമ ജപവും നടത്തുക. പത്മതീർത്ഥക്കരയിൽ വൈകിട്ട് 6 മുതൽ 7 വരെ ജലജപം. ഓരോ മുറയും അവസാനിക്കുന്ന 8ാം നാൾ രാത്രി 8:30 മുറ ശീവേലി. ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മയാണ് അകമ്പടി സേവിക്കുന്നത്. ജപം കഴിഞ്ഞ് 8:30 യോഗം പോറ്റുമാർ ജപക്കാർക്ക് ദക്ഷിണ നൽകും. നവംബർ 27 നടന്ന ആദ്യ മുറയുടെ ശീവേലി അനന്തവാഹനത്തിലായിരുന്നു. ഡിസംബർ 5 നടന്ന 2ാം മുറ ശീവേലി കമലവാഹനത്തിലും 13 ഇന്ദ്രവാഹനത്തിലും 21 പള്ളിനിലാവ് വാഹനത്തിലും 29 ഇന്ദ്രവാഹനത്തിലും ജനുവരി 6 പള്ളിനിലാവ് വാഹനത്തിലുമാണ് നടത്തുന്നത്. ലക്ഷദ്വീപ ചടങ്ങ് നടത്തുന്ന ജനുവരി 14 മകരശിവേലി നടത്തും. ശ്രീബലിപുരയിൽ വൈകിട്ട് 4 മുതൽ 6 വരെ പൊതു സഹസ്രനാമജപം നടത്താൻ അവസരമുണ്ടാകും. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ, തിരുനാവായ വാദ്യാൻ, തൃശൂർ വാദ്യാൻ, കൈമുക്ക് വൈദികൻ, പന്തൽ വൈദികൻ, കപ്ലിങ്ങാട്, ചെറുമുക്ക് വൈദികർ എന്നിവർ ജപത്തിന് എത്തിയിരുന്നു. ശൃംഗേരി, ഉടുപ്പി, ഉത്രാതി മഠം, കാഞ്ചീപുരം എന്നീ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർക്ക് പുറമെ ഹൈദരാബാദിലുള്ള ചിന്നജിയർ സ്വാമികളും ഇക്കുറി മുറജപത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.